പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗീയപിതാവിൻ ദൈവമേ, വേദവിചാരം എന്ന ഈ പരമ്പരയിൽ വീണ്ടും ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് വരുവാൻ തക്കവണ്ണം അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ മുഖാന്തരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി കർത്താവിൻ ദൈവമേ, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ബലഹീന നടീനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ജീവനുള്ള വചനം ഞങ്ങളോട് ഇടപെട്ട് അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി അങ്ങേക്ക് പ്രസാദകരമായി ജീവിപ്പാൻ തക്കവണ്ണം കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങൾക്ക് മുഖാന്തരമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീന നടീനെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നൽകിയ കൃപയിൽ നിന്ന് കർത്താവെ വചനം ഘോഷിപ്പാൻ സഹായിക്കണമെന്ന് യേശുനാഥ് ഉപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. ഫസ്റ്റ് എപ്പിസോൾ ഓഫ് സെയിൻറ്റ് പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 15. പിന്നെയോ നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ സകല പ്രവൃത്തികളിലും വിശുദ്ധരായിരിക്കുവിൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, അപ്പോസ്തോലിക സഭകൾ വിശുദ്ധ വാരം ഒരു നോയമ്പിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആചരിക്കുന്ന സാഹചര്യത്തിലാണ്. നോയമ്പും പ്രാർത്ഥനയും ഒക്കെയും സഭാപിതാക്കന്മാർ ക്രമപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വന്ന വീഴ്ചകൾ കണ്ടെത്തുവാനും തിരുത്തുവാനും വിശുദ്ധി പ്രാപിക്കുവാനും അത്രേ. കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ, കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച പീഡകൾ എത്ര വലുതാണ്, നമ്മോടുള്ള സ്നേഹം എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അത് ഓർമ്മപ്പെടുത്തുന്ന കാലയളവാണ് ഈ നോയമ്പിൻ്റെ കാലയളവ്. കൂടാതെ ഈ കാലയളവുകളിൽ പ്രത്യേകമായി കുംഭസാരത്തിന് ഉള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്. ധ്യാനങ്ങൾ നടത്താറുണ്ട്. ഇതിൻ്റെയൊക്കെയും ഉദ്ദേശം ഓരോ ക്രൈസ്തവനും വിശുദ്ധിയിൽ വളരുക എന്നതിനെ ആശ്രയിച്ചാണ്. ഇവിടെ നാം വായിച്ച തിരുവചനത്തിൽ നാം ഇപ്രകാരമാണ് വായിച്ചത്: പിന്നെയോ നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ സകല പ്രവൃത്തികളിലും വിശുദ്ധരായിരിക്കുവിൻ. ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന ഓരോ വിശ്വാസിയും അവൻ വിളിക്കുന്ന, അവൻ ആരാധിക്കുന്ന ദൈവം മഹാപരിശുദ്ധനാകുന്ന ദൈവമാണ് എന്നും അവനെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് ഓരോരുത്തരും എന്നും ഉള്ള ഒരു വലിയ ചിന്ത ഇപ്പോഴും ഉണ്ടാകണം. ഇന്ന് നാം ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ ആരാധനകൾ നടക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ മതങ്ങളിലെയും പോലെ തന്നെ ക്രൈസ്തവ മതങ്ങളിലും ആരാധനകൾ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും പ്രത്യേകമായി ഒരു ക്രൈസ്തവനിലൂടെ അക്രൈസ്തവനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടോ? ഒരു ക്രൈസ്തവൻ ക്രിസ്തുവിൻ്റെ അനുയായിയാണ്, വിശുദ്ധിയിൽ വസിക്കേണ്ടവനാണ്, ക്രിസ്തു വിശുദ്ധനായതുപോലെ വിശുദ്ധനായി തീരേണ്ടവനാണ്. പ്രകാരമാകുന്നുണ്ടോ എന്ന് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നാം പരിശോധിക്കേണ്ടിയിരിക്കും. ഇവിടെ നാം വായിക്കുന്നുണ്ട്, നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ. നമ്മെ വിളിച്ച ദൈവം മഹാപരിശുദ്ധനാകുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മളും നമ്മുടെ സകല പ്രവൃത്തികളിലും വിശുദ്ധരായിരിക്കുവിൻ എന്നിവിടെ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. ഇത് 1-ാം ഇസ്രായേലിനോടും ദൈവം കൽപ്പിച്ച കാര്യം തന്നെയാണ്. ലേവ്യ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ 12-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്: ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ
നിങ്ങളും വിശുദ്ധരായിരിക്കണം. 430 വർഷത്തെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനതയെ ദൈവം അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവത്തിന് അവരെക്കുറിച്ചുള്ള പ്രതീക്ഷ വളരെ വലുതാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ, മറ്റ് ജനതകളുടെ മുമ്പിൽ ഈ ജനത വ്യത്യസ്തമായിരിക്കണം, വിശുദ്ധരായിരിക്കണം, ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നവരായിരിക്കണം. അവരിലൂടെ സത്യദൈവത്തെ മറ്റ് ജനതകൾ കാണണം എന്ന് വലിയ ആഗ്രഹമാണ് ദൈവം അവരോട് കൽപ്പിക്കുന്നത്. ഇത് തന്നെയാണ് രണ്ടാം ഇസ്രായേലായ എന്നെയും നിങ്ങളെയും കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. ആരാധനകൾ, പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ഇതൊക്കെയും ക്രമപ്പെടുത്തിയിരിക്കുന്നത് നാം വിശുദ്ധിയിൽ വളരുവാനാണ്. ആ വിശുദ്ധിയിൽ വളരുമ്പോഴാണ് നമ്മളിലൂടെ വിശുദ്ധനാകുന്ന ദൈവത്തെ മറ്റുള്ളവർക്ക് കാണുവാൻ കോണം കഴിയുന്നത്. ഇന്ന് ഭാരതത്തിൽ ഏതാണ്ട് 2.5% മാത്രമേ ക്രൈസ്തവരുള്ളൂ. പക്ഷേ ക്രൈസ്തവർ ചെയ്തിട്ടുള്ള സംഭാവനകൾ മറ്റേത് മതങ്ങളെക്കാളും വളരെ വലുതാണ്. നാം നോക്കിയാൽ ഒരു ദേവാലയം ഉള്ളിടത്ത് ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ ദേവാലയത്തിൽ ആരാധിക്കുന്നു, അതോടൊപ്പം തന്നെ വിദ്യ കുഞ്ഞുങ്ങൾക്ക് നൽകുവാൻ തൊക്കെയുള്ള ക്രമീണങ്ങൾ ചെയ്യുകയാണ്. ആശുപത്രികൾ, ആതുരാലയങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയും മിഷണറിമാർ ആരംഭിച്ച ക്രൈസ്തവ ജനതയിലൂടെ സമൂഹത്തിൽ എല്ലാവർക്കും ലഭിച്ച അനുഗ്രഹങ്ങളാണ്. അപ്പോൾ അത് ജീവിതത്തിലൂടെ, ക്രൈസ്തവരുടെ ജീവിതത്തിലൂടെ ചുറ്റുപാടുമുള്ള അക്രൈസ്തവർക്കും ആ സ്നേഹം എത്തിക്കുവാൻ കോണം ക്രമപ്പെടുത്തിയിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അതിനൊക്കെയും എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട്. അതൊക്കെയും ഒരു ആതുര അല്ലെങ്കിൽ ഒരു സേവനത്തെക്കാൾ ഉപരിയായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ആക്കുന്ന അല്ലെങ്കിൽ പണം സമ്പാദനത്തിലുള്ള ഒരു മാർഗമായി മാറുന്നുണ്ടോ? തിരുവചനം നാം പഠിക്കുമ്പോൾ പരമപ്രധാനമായും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വിശുദ്ധിയുള്ളതായിരിക്കണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 1 പത്രോസ് 2:9 നാം വരുമ്പോൾ വ്യക്തമായി ഇവിടെ പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങൾ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാകുന്നു. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങൾ പ്രഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റ്സ് ആണ് നാം ഓരോരുത്തരും. നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവ സ്വഭാവമുള്ളതായിരിക്കണം. ദൈവത്തെ നമ്മളിലൂടെ മറ്റുള്ളവർ കാണുവാൻ തക്കവണ്ണം കഴിയണം. ആരാധനകളിൽ മാത്രമായി അത് അവസാനിക്കാതെ എല്ലാ പ്രവൃത്തികളും എന്ന് പറയുമ്പോൾ എല്ലാ രംഗങ്ങളിലും നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവത്തെ പ്രതിദാനം ചെയ്യുന്ന വ്യക്തികളാണ് നാം എന്ന വലിയ ചിന്തയിലുണ്ടാകണം, പ്രവർത്തനം ഉണ്ടാകണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധി എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? നാം ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, നാം മദ്യപിക്കുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല, കൊല ചെയ്യുന്നില്ല, മറ്റാരുടെയും അപഹരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടൊക്കെ നാം വിശുദ്ധി ഉള്ള ജീവിതം നയിക്കുന്നവരാണ്. എന്നാൽ വിശുദ്ധിയുടെ അടിസ്ഥാനം നാം നോക്കുമ്പോൾ വിശ്വസ്തതയാണ്. വിശ്വസ്തത ഇല്ലാതെ വരുമ്പോഴാണ് വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത്. വിശ്വസ്തത എന്ന് പറയുമ്പോൾ ആദ്യ മാതാപിതാക്കൾ ചെയ്ത ആദ്യ പാപത്തിന് കാരണം അവരുടെ വിശ്വസ്തത നഷ്ടപ്പെട്ടതാണ്. ദൈവം അവരെ ഫലമേൽപ്പിച്ച കാര്യങ്ങളിൽ അവർക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ ഉണ്ടാകേണ്ടിയിരുന്ന വിശ്വസ്തത അവർക്കില്ലാതെ പോവുകയാണ്. ദൈവം അവരോട് കൽപ്പിക്കുന്നുണ്ട്, ഈ വൃക്ഷഫലം ഭക്ഷിക്കരുത്. എന്നാൽ ദൈവത്തെ പൂർണ്ണമായും വിശ്വസിച്ച്
വിശ്വസ്തതയുടെ അതിൻ്റെ വരും പരാതികളോ അല്ലെങ്കിൽ അതിൻ്റെതാകുന്ന ഗുണമേന്മകളോ നോക്കാതെ അത് പൂർണ്ണമായും ഉൾക്കൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തരായിട്ടായിരുന്നു അവർ ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവർ പാപത്തിലേക്ക് വീഴുകയില്ല. അപ്പോൾ സാത്താൻ വളരെ തന്ത്രപരമായി അവരുടെ ബലഹീനത ചൂഷണം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുക. ഹവ്വായുടെ അടുത്ത് വന്ന് സംശയം ജനിപ്പിച്ച് ദൈവത്തോടുള്ള വിശ്വസ്തത അവൾക്ക് നഷ്ടപ്പെടുകയാണ്. അതുവഴി പാപത്തിലേക്ക് പോവുകയും ആദത്തിനും ആ പാപം ചെയ്യുവാൻ കൊണ്ടുള്ള മുഖാന്തരം ഒരുക്കുകയും ചെയ്യാം. അപ്പോൾ സാത്താൻ വളരെ വ്യക്തമായി ബലഹീനത എവിടെയാണെന്ന് അവന് നന്നായിട്ട് അറിയാം. കാരണം ഈ വൃക്ഷഫലം ഭക്ഷിക്കരുതെന്ന് ദൈവം കൽപ്പിച്ചത് ആദത്തോടായിരുന്നു. നാം അത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ട് പോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുന്നതിനും അതിനെ സൂക്ഷിക്കുന്നതിനുമായി അവിടെയാക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത്, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ ഭക്ഷിക്കാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന ദിവസം നിശ്ചയമായും നീ മരിക്കും. അപ്പോൾ ഇത് വ്യക്തമായി നമ്മുടെ കാണുന്നു, ആദാമിനോടാണ് ദൈവം ഇത് കൽപ്പിക്കുന്നത്. അതിനുശേഷം നാം വായിക്കുകയാണ്, അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവൻ അനുയോജ്യമായ ഒരു തുണയെ സൃഷ്ടിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ ഇത് കൽപ്പിച്ചതിന് ശേഷമാണ് ഹവ്വായെ സൃഷ്ടിക്കുന്നത്. പക്ഷേ പിശാച് ഈ ചോദ്യമായി വരുന്നത് ഹവ്വായുടെ അടുത്താണ്. അപ്പോൾ ആദത്തിനോട് ദൈവം പറഞ്ഞ കാര്യം തീർച്ചയായും ആദം ഹവ്വായോട് പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ അത് സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷനായി മാറിയപ്പോൾ സംശയം ഏറ്റവും കൂടുതൽ ജനിപ്പിക്കുവാനുള്ള സാധ്യത ഹവ്വായിലാണ്. ആദത്തിനോട് ഒരുപക്ഷെ സംശയം ജനിപ്പിക്കത്തക്ക ചോദ്യം ചോദിച്ചാൽ പാപത്തിലേക്ക് ഒരുപക്ഷെ വീഴുകയില്ല. അപ്പോൾ അവിടെ തോട്ടം കാക്കുവാൻ അതിന് ചുമതല ഏൽപ്പിച്ച ആദാമിന് ഒന്നാമത് ആ ഉത്തരവാദിത്വ അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരികയാണ്. ആ തോട്ടം കാക്കുവാൻ കഴിയാത്തതുകൊണ്ടാണ് അവിടെ സാത്താൻ കടന്നു വരുന്നത്, ഹവ്വായെ പരീക്ഷിക്കുന്നത്, സംശയം ജനിപ്പിക്കുന്നത്, പാപത്തിലേക്ക് വീഴ്ത്തുന്നത്. അപ്പോൾ അവിടെ വിശ്വസ്തത നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായി ആദ്യ പാപം ജനിക്കുന്നതായിട്ട് നാം കാണുക. നമ്മുടെ ഓരോ രംഗങ്ങളിലും വിശ്വസ്തത നഷ്ടപ്പെടുമ്പോഴാണ് വിശുദ്ധി നഷ്ടപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുന്നത്. അത് കുടുംബജീവിതത്തിലാണെങ്കിൽ, ഭാര്യാഭർത്തൃ ബന്ധത്തിലാണെങ്കിൽ പരസ്പരം വിശ്വസ്തത നഷ്ടപ്പെടുമ്പോൾ പാപം ചെയ്യുവാൻ അത് മുഖാന്തരമായി തീരും. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ അവരിൽ വിശ്വസ്തത നഷ്ടപ്പെടുമ്പോഴാണ് പാപത്തിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുന്നത്. ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിൽ ഒരുപക്ഷെ മേലധികാരികൾ അറിയുന്നില്ലായിരിക്കും, നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാരും മനസ്സിലാക്കുന്നില്ലായിരിക്കും. പക്ഷേ നമുക്ക് ആ സ്ഥാപനത്തോട്, ആ ജോലിയോട് ഒരു വിശ്വസ്തത ഇല്ല എങ്കിൽ നാം വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ് എന്ന് നമുക്ക് അവകാശപ്പെടുവാൻ കഴിയില്ല. ഉത്തരവാദിത്വം അതാരെയും കാണിക്കുവാനല്ല, പിന്നെയോ എനിക്ക് ലഭിക്കുന്ന വേതനത്തിന് ഒത്തവണ്ണം ഉത്തരവാദിത്വത്തോടുകൂടി ജോലി ചെയ്യുവാൻ തൊക്കവണ്ണം കഴിയുമ്പോഴാണ് ആ വിശ്വസ്തത തെളിയിക്കപ്പെടുന്നത്. അങ്ങനെയുള്ളവർക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാൻ തൊക്കവണ്ണം സാധ്യമാകും. കൈക്കൂലി നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സർവ്വസാധാരണമായിരിക്കുന്ന ഒരു കാര്യമാണ്. ജോലിക്ക് നമുക്ക് ശമ്പളം ലഭിക്കുന്നുണ്ട്, എന്നാൽ അത് പോരാ, കൈക്കൂലി വാങ്ങുന്ന സാഹചര്യം. എന്താണ് അവിടെ? വിശ്വസ്തത. നമുക്ക് ആ ജോലിയോടുള്ള വിശ്വസ്തത ഇല്ല. ജോലിക്ക് ലഭിക്കുന്നത് വേതനം കൂടാതെ അന്യായമായി വാങ്ങുവാൻ, അന്യായമായ കാര്യത്തിന് വേണ്ടി, പണസമ്പാദനത്തിന് വേണ്ടി, പണത്തോടുള്ള ആഗ്രഹം അല്ലെങ്കിൽ അതിനോടുള്ള ദ്രവ്യാഗ്രഹം മൂലം ആ പാപത്തിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കപ്പെടുകയാണ്. വിശുദ്ധി നഷ്ടപ്പെടുന്ന സാഹചര്യം അവിടെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. സമൂഹത്തോടുള്ള വിശ്വസ്തത. നാം സാമൂഹ്യ ജീവിയാണ്. അപ്പോൾ സമൂഹത്തിലുള്ള എല്ലാ വ്യക്തികളോടും, അതോടൊപ്പം തന്നെ പക്ഷിമൃഗാദികളോടും പ്രകൃതിയോടും പോലും നമുക്കൊരു വിശ്വസ്തത ഉണ്ടാകണം. ഇത് നമുക്ക് വേണ്ടി മാത്രമായിട്ട് സൃഷ്ടിക്കപ്പെട്ടവയല്ല, ഈ ഭൂമിയിൽ വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ എല്ലാ രംഗങ്ങളിലും
വിശ്വസ്തത നമുക്ക് ഉണ്ടാകും. ആ വിശ്വസ്തതയുള്ളൊരു വ്യക്തിക്കാണ് വിശുദ്ധിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. അപ്പോൾ ഇവിടെ വായിച്ച തിരുവചനത്തിൽ വ്യക്തമായി പറയുന്നു, നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ സകല പ്രവൃത്തികളിലും വിശുദ്ധരായിരിക്കും. നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും വിശുദ്ധി ഉണ്ടാകണം. പ്രവൃത്തികളിലും നമ്മുടെ വാക്കുകളിലും വിശുദ്ധി ഉണ്ടാകണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കർത്താവ് തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാർ, അവരെക്കുറിച്ച് വലിയ പ്രതീക്ഷയായിരുന്നു കർത്താവിന്. അവരോട് പറയുന്നുണ്ട്, ഞങ്ങളിതെല്ലാം ഉപേക്ഷിച്ച് നിന്റെ പിന്നാലെ വന്നു, ഞങ്ങൾക്ക് എന്ത് പ്രതിഫലം ലഭിക്കുമെന്ന് പറയുമ്പോൾ, രാജ്യത്വം പ്രാപിച്ച് കഴിഞ്ഞ് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ 12 സിംഹാസനത്തിൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചിരുന്നതായിട്ട് നാം അവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ ഈ 12 അപ്പോസ്തലന്മാരിൽ ഒരുവൻ കർത്താവിൻ്റെ മിനിസ്ട്രിയിൽ വലിയ ചുമതല വഹിച്ചിരുന്ന യൂദാസ് ഇസ്കറിയാത്തോ, അവൻ്റെ വിശ്വസ്തത, അവൻ്റെ ഗുരുവിനോടുള്ള വിശ്വസ്തത അവന് നഷ്ടപ്പെട്ടത് മൂലം അവൻ പാപം ചെയ്യുന്നതായും വിശുദ്ധി നഷ്ടപ്പെട്ടവനായി ആത്മഹത്യ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നാം വരുമ്പോൾ നാം അത് വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. അവൻ ഇത് പറഞ്ഞത് ദരിദ്രരെ കുറിച്ച് അവന് വിചാരമുണ്ടായിട്ടല്ല, പിന്നെയോ അവൻ കള്ളനായതുകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലായതിനാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ട് മാത്രം. അപ്പോൾ ബഥാനിയയിലെ തൈലാഭിഷേകത്തിന് കർത്താവിൻ്റെ അത്താഴമൊരുക്കിയ സാഹചര്യത്തിൽ മാർത്ത, നമ്മുടെ വായിക്കുകയാണ് 12-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യം. യേശു പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് താൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയയിലേക്ക് വന്നു. അവിടെ അവർ അവന് ഒരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു, ലാസറും അവനോടുകൂടെ ഭക്ഷണത്തിന് ഇരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ ഒരു റാത്തൽ സ്വച്ഛജടമാംസി സുഗന്ധ തൈലം എടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുടച്ചു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റിക്കൊടുക്കുവാൻ ഇരുന്നവനുമായ യൂദാ ഇസ്കറിയാത്തോ ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാതിരുന്നത് എന്ത് എന്ന് പറഞ്ഞു. എന്നിട്ട് വായിക്കുകയാണ്, അവൻ ഇത് പറഞ്ഞത് ദരിദ്രരെ കുറിച്ച് അവന് വിചാരമുണ്ടായിട്ടല്ല, പിന്നെയോ അവൻ കള്ളനായതുകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലായതിനാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ട് മാത്രമേ. അപ്പോൾ കർത്താവിനോടൊപ്പം നടന്നിരുന്ന, കർത്താവ് ശിക്ഷഗണത്തിലേക്ക് ചേർത്തിരുന്ന, വലിയൊരു സ്ഥാനം വഹിച്ചിരുന്ന യൂദാസ്, അവൻ വിശ്വസ്തനായിരുന്നില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ, ഗുരുവിൻ്റെ സന്നിധിയിൽ അവൻ വിശ്വസ്തനായിരുന്നില്ല. ആ ലഭിച്ചിരുന്ന പണം, അല്ലെങ്കിൽ ലഭിക്കുന്ന പണം ആ മിനിസ്ട്രിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ നോക്കണമാണ്. എന്നാൽ അതിൽ നിന്ന് അവൻ മോഷ്ടിച്ചു വരുന്നതായിട്ട് നാം കാണുന്നു. പണത്തോടുള്ള അവൻ്റെ ആർത്തി, പണത്തോടുള്ള അവൻ്റെ സ്നേഹം, ആ പണത്താൽ അവൻ നശിക്കുന്നതായിട്ട് നാം പിന്നീട് കാണുകയാണ്. അപ്പോൾ എവിടെ വിശ്വസ്ത നഷ്ടപ്പെടുന്നു അവിടെ വിശുദ്ധി നഷ്ടപ്പെടും. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിലും ആ വിശ്വസ്തത എപ്പോഴും നമുക്ക് ഉണ്ടാകണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എഫേസ്യ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ 4-ാം അധ്യായം 11-12 തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അവൻ ചിലർക്ക് അപ്പോസ്തലന്മാരായും ചിലർക്ക് പ്രവാചകന്മാരായും ചിലർക്ക് സുവിശേഷന്മാരായും ചിലർക്ക് ഇടയന്മാരായും ഗുരുക്കന്മാരായും വരം നൽകിയിരിക്കുന്നു. അപ്പോൾ ദൈവവേലയിൽ, ദൈവിക പ്രവർത്തനങ്ങളിൽ പലതരങ്ങളിൽ ദൈവം ഓരോരുത്തരെയും ദൈവിക വരം നൽകി, കൃപകൾ നൽകി അഭിഷേകം ചെയ്തിട്ടുണ്ട്. ആ ഗണത്തിൽപ്പെട്ടവരെയാണ് നമ്മൾ വായിക്കുന്നത്. ചിലർ അപ്പോസ്തലന്മാർ, സഭയിൽ മേൽപ്പട്ടക്കാർ, പട്ടക്കാർ തുടങ്ങിയ അപ്പോസ്തലന്മാർ, അവർക്ക് പ്രത്യേകമാകുന്ന അഭിഷേകം നൽകി ജനത്തെ നയിപ്പാൻ കൊണ്ട് ദൈവരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ചിലർക്ക് പ്രവാചകന്മാരായി. അപ്പോൾ പ്രവാചകന്മാർ എന്ന് പറയുമ്പോൾ അത് ദൈവം നേരിട്ട് നൽകുന്ന അഭിഷേകമാണ്. അഭിഷിക്തരാക്കുന്നവരാണ്. പ്രവാചകനെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ ദൈവം വേർതിരിക്കുന്നതാണ്. അപ്പോൾ ആ പ്രവാചകത്വ കൃപയിലേക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തി, അവർക്ക് പ്രത്യേകമാകുന്ന ദൗത്യമാണുള്ളത്.
എന്ന് ജനം പാപത്തിലേക്ക് പോകുന്നുവോ അവരെ പാപത്തിൽ നിന്ന് മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചിരുന്നതായി തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ ജനത ദൈവത്തെ മറന്നു ജീവിക്കുമ്പോൾ ദൈവം പ്രവാചകന്മാരെ അയച്ച് അവർക്ക് താക്കീത് നൽകുന്നുണ്ട്. വരുവാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പാപത്തിൽ നിന്ന് അവരെ പിന്തിരിയുവാൻ തക്കവണ്ണം അവരോട് ആജ്ഞാപിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി അവരോധിക്കപ്പെട്ട ദാവീദ് പാപം ചെയ്ത് അത് ആരും അറിയുന്നില്ല എന്നുള്ള ധാരണയിൽ മുമ്പോട്ട് പോകുമ്പോൾ നാഥാൻ പ്രവാചകനെ അയച്ച് അവൻ്റെ പാപത്തെക്കുറിച്ച് അവനോട് പറയുകയാണ്. അപ്പോൾ പ്രവാചകന്മാരുടെ ദൗത്യം ജനത്തെ പാപത്തിൽ നിന്ന് മാനസാന്തരത്തിലേക്ക് തിരിക്കുക, ദൈവത്തിൻ്റെ അരുളപ്പാട് ജനത്തെ അറിയിക്കുക എന്നുള്ളതാണ്. വീണ്ടും ചിലർക്ക് സുവിശേഷന്മാരെ ദൈവവചനം പ്രഘോഷിക്കുവാൻ, സുവിശേഷം ഘോഷിക്കുവാൻ തക്കവണ്ണം ഉള്ള വരം നൽകുന്നവർ. ചിലർക്ക് ഇടയന്മാരായും ഗുരുക്കന്മാരായും വരം നൽകിയിരിക്കുന്നു. അപ്പോൾ വിവിധ ശുശ്രൂഷകൾ, കൊരിന്ത്യർക്ക് ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, ശുശ്രൂഷകൾ വിവിധങ്ങളായ ശുശ്രൂഷകളാണ്, എല്ലാം ഒരുപോലെയുള്ള ശുശ്രൂഷകളല്ല. അപ്പോൾ ഈ ശുശ്രൂഷകൾക്കൊക്കെയും ഒരു ഉദ്ദേശം ഉള്ളൂ. ആ ഉദ്ദേശമാണ് അടുത്ത വചനത്തിൽ നാം വായിക്കുന്നത്. 12-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നു, അത് വിശുദ്ധന്മാരെ സജ്ജരാക്കുന്നതിനുള്ള ശുശ്രൂഷയുടെ പ്രവർത്തനത്തിനും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക അഭിവൃദ്ധിക്കും ആകും. അപ്പോൾ രണ്ട് കാര്യം. ഒന്ന്, അവരെ ആക്കിയിരിക്കുന്ന അത് അപ്പോസ്തലന്മാരായിരുന്നാലും പ്രവാചകന്മാരായിരുന്നാലും സുവിശേഷന്മാരായിരുന്നാലും അത് ഇടയന്മാരായിരുന്നാലും ഗുരുക്കന്മാരായിരുന്നാലും അവർക്ക് വരം നൽകിയിരിക്കുന്നത് വിശുദ്ധന്മാരെ സജ്ജരാക്കുന്നതിനുള്ള ശുശ്രൂഷയുടെ പ്രവർത്തനത്തിനാണ്. പക്ഷെ അത് എത്രത്തോളം ഇന്ന് നടക്കുന്നുണ്ട്? ഒരു വ്യക്തി ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ഇടവകയിൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ ഒരു വ്യക്തി തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണ് എന്ന് അവനോട് പറയുവാൻ എത്ര പേർക്ക് കഴിയാറുണ്ട്? അപ്പോസ്തല ഗണത്തിൽപ്പെട്ട എത്ര പേർക്ക് കഴിയുന്നുണ്ട്? പ്രവാചകന്മാർ തീർച്ചയായും പറയും. സുവിശേഷന്മാർക്ക് സാധ്യമാകുന്നുണ്ടോ? ഇടയന്മാർക്ക് സാധ്യമാകുന്നുണ്ടോ? ഗുരുക്കന്മാർക്ക് സാധ്യമാകുന്നുണ്ടോ? പലപ്പോഴും മറ്റുള്ളവരുടെ ചിന്ത അല്ലെങ്കിൽ അവർ എന്ത് ചിന്തിക്കുമെന്ന് കരുതി തെറ്റ് തിരുത്തുവാൻ തക്കവണ്ണം അവരോട് പറയുവാൻ പലപ്പോഴും കഴിയാറില്ല. പക്ഷെ വ്യക്തമായിട്ടിവിടെ തിരുവചനം പഠിപ്പിക്കുകയാണ്, എന്തിനാണ് ഇവരെ ദൈവം അഭിഷേകം ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് വരം നൽകിയിരിക്കുന്നത്? വിശുദ്ധന്മാരെ സജ്ജരാക്കുന്നതിനുള്ള ശുശ്രൂഷയുടെ പ്രവർത്തനത്തിന്. ഒന്ന്. രണ്ടാം ഭാഗം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക അഭിവൃദ്ധിക്കുമാകും. അപ്പോൾ ഇത് ഇങ്ങനെ വിശുദ്ധിയിലേക്ക് ജനത്തെ നയിച്ചാൽ മാത്രമേ ആ വിശുദ്ധ ജീവിതം നയിക്കുന്നവരെ കണ്ട് സഭകളിൽ ആ ഒരു വലിയ വളർച്ചയുണ്ടാകുള്ളൂ. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ സഭകൾ, ആ കൂട്ടായ്മകൾ ആത്മീയമായി വളരുന്ന വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെ കണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ കൊണ്ട് കഴിയും. ഇന്ന് ക്രൈസ്തവർക്ക് എത്ര പേർക്ക് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ കഴിയുന്നുണ്ട്? നാം ക്രൈസ്തവ സഭ മുരടിച്ചു പോകുന്നു എന്നൊക്കെയും ക്രൈസ്തവ സഭയിൽ ഉൾപ്പെടുന്നവർ പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താണ്? നാം ചിന്തിക്കാറില്ല. നമുക്ക് മറ്റുള്ളവരെ കുറ്റം വിധിക്കാം, അവരുടെ കുഴപ്പം കൊണ്ടാണ് ഇവരുടെ കുഴപ്പം കൊണ്ടാണെന്ന് പറയുവാൻ കഴിയും. പക്ഷെ അതിൻ്റെ പരമപ്രധാനമായ കാരണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിശുദ്ധിയിൽ ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയാത്തതുകൊണ്ടാണ്. ആ അപ്രകാരമുള്ള സാഹചര്യത്തിൽ നമ്മളിൽ എന്തെങ്കിലും വ്യത്യാസം മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ ഒരിക്കലും ഈ വിശ്വാസത്തിലേക്ക് നേരെ ആകർഷിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. കാരണം നാം പറയുന്നതല്ല നാം പ്രവർത്തിക്കുന്നത്. നമ്മുടെ പ്രവർത്തികളിൽ വിശുദ്ധിയില്ല. എവിടെ നാം ഇന്ന് ചുറ്റുപാട് നോക്കുമ്പോൾ ഏത് കുറ്റകൃത്യങ്ങളുടെ ഇടയിലും ക്രൈസ്തവരെ നമുക്ക് കാണുവാൻ കഴിയും. ക്രൈസ്തവ നാമം ഏന്തുന്ന നമുക്ക് അത് അപമാനമാണ്. യേശുവിനെ നാം വീണ്ടും ദുഃഖിപ്പിക്കുന്ന ഒരു സാഹചര്യമാണത്. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ പ്രത്യേകത നമ്മളിലൂടെ കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 16-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, എല്ലാ തിരുവെഴുത്തുകളും ദൈവനിവേശിതമാകുന്നു. എല്ലാ തിരുവെഴുത്തുകളും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി രചിക്കപ്പെട്ടതാകുന്നു. അവ ഉപദേശത്തിനും ശാസനയ്ക്കും തെറ്റുതിരുത്തലിനും
നീതിയിലുള്ള അഭ്യസനത്തിനും പ്രയോജനപ്പെടുന്നു. ദൈവത്തിൻ്റെ മനുഷ്യൻ സകല പ്രവൃത്തികൾക്കും പരിപൂർണനും തികഞ്ഞവനുമായി തീരേണ്ടതിന് തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്ന ഒരു സുവിശേഷകൻ ആ വചനം വ്യക്തികളുടെ ജീവിതത്തെ തിരുത്തുവാൻ കോണും കൂടിയാണ്. ആശ്വാസം നൽകുവാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്രകാരം തെറ്റ് തിരുത്തുവാനും ഈ ദൈവവചനം മുഖാന്തരമായി തീരണം. ആ വചനഘോഷണം ചെയ്യുന്ന വ്യക്തികളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് അപ്രകാരം സംസാരിക്കുവാൻ തൊക്കെ കഴിയണം. 1 കൊരിന്ത്യർ 14:3 നാം വരുമ്പോൾ, പ്രവചിക്കുന്നവനോ ആത്മീയ അഭിവൃദ്ധിക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായ മനുഷ്യനോട് സംസാരിക്കുന്നു. അപ്പോൾ പ്രവചിക്കുന്നവനോ ആത്മീയ അഭിവൃദ്ധിക്കും, സഭയിലുള്ള മറ്റ് വിശ്വാസികൾക്ക് ആത്മീയ അഭിവൃദ്ധി വരുത്തുവാൻ പ്രബോധനത്തിനും ആശ്വാസത്തിനുമായ മനുഷ്യനോട് സംസാരിക്കുന്നു. അപ്പോൾ ഈ ഗണത്തിൽപ്പെട്ട അല്ലെങ്കിൽ കർത്താവ് വിളിച്ച് വേർതിരിച്ച ഓരോരുത്തരും, അത് ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുന്നവരും കൃപകൾ നൽകിയിരിക്കുന്നവരും കൃപാവരങ്ങളുള്ളവരും ജനത്തെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ അത്ര. അതോടൊപ്പം തന്നെ ജനത്തിൽപ്പെട്ട നാം ഓരോരുത്തരും വിശുദ്ധിയിൽ ജീവിച്ച് നമ്മളിലും നാം വിശുദ്ധരാകണം. അതോടൊപ്പം നമ്മുടെ സകല പ്രവൃത്തികളും, ഏത് രംഗങ്ങളിലും നമ്മുടെ പ്രവൃത്തികളിൽ വിശുദ്ധി ഉണ്ടാകണം. ആ വിശുദ്ധി വഴിയാണ് മറ്റുള്ളവരെ കർത്താവിലേക്ക് ആകർഷിക്കാൻ കഴിയും. അതാണ് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ഭൂമിയുടെ വെളിച്ചമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളിലൂടെ ആ വിശുദ്ധി ലോകം കാണുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ വലിയ നോയമ്പ് അതിനുള്ള മുഖാന്തരമായി തീർക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.